ഹായ് ഫ്രണ്ട്സ്, ഈ ബാഗ് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് നമുക്ക് ഈ ഒരു ബാഗിൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് തന്നപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് പേഴ്സണലായിട്ടും നമ്മൾ ഗ്രൂപ്പിലും റിക്വസ്റ്റ് ചെയ്തു ഇതിൻ്റെ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളെ മക്കൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാനത് ചെയ്ത് തരുമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു അടിപൊളി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബാഗും കൂടിയാണ് കേട്ടത്. അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഡിസയർ എന്ന ബ്രാൻഡിൻ്റെ 5 പ്ലേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലവറിനായിട്ട് റെഡ് ആക്രിലിക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ ലീഫ് ചെയ്യാനായിട്ട് ഗ്രീനും. ഇത്രയും കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സും അതുപോലെ നമ്മൾ 4 പ്ലേ ആയതുകൊണ്ട് 2.5 mm ഹുക്ക് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ചെറിയ സ്റ്റിച്ചസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കട്ടിയുള്ള ആയത് കൊണ്ടും നമ്മൾ ഈ ഒരു 2.5 തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു റണ്ണിങ് ആണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതാ യാണോവർ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 1 2 3 4 5 6. നമ്മളിത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയാണോ നമ്മളെ ബാഗിൻ്റെ ഒരു മെഷർമെൻറ്റ് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഈ കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന യാൺസിന് വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ചിലും ആ മെഷർമെൻറ്റിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഏത് യാണ് കൊണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ മെഷർമെൻ്റ് എടുത്ത് ചെയ്യാവും, ഏറ്റവും ബെറ്റർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 8 ഇഞ്ചിലാണ് എൻ്റെ ഒരു വലുപ്പത്തിനാണ് നമ്മൾ ബാഗ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഞാനിവിടെ ബാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതാ നമുക്കിതാ 8 ഇഞ്ചിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 9 ഇഞ്ചിൽ ഒരു 8.5 ഇഞ്ചിലൊക്കെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് 8 ഇഞ്ചിൽ ഉള്ള ഒരു ഇത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ഇപ്പോൾ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിലാണ് യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. വീണ്ടും യാൺ ഓവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മളിതാ ഇവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ബിഗിനേഴ്സ് ആകുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ലാസ്റ്റിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഉണ്ടല്ലോ അതിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഹാഫ് ഡി സിയിലും സിംഗിൾ ക്രോഷ്യയിലും ഒക്കെ നമുക്കിത് ചെയ്യാം കേട്ടോ. ഡബിൾ ക്രോഷ്യയിലും എല്ലാ സ്റ്റിച്ചിലും നമുക്കിത് ചെയ്യാം. ഏറ്റവും പെർഫെക്റ്റ് ചെയ്യുമ്പോൾ സിംഗിൾ ക്രോഷ്യയിലാണ്. ഹാഫ് ഡി സിയും അതിൻ്റെ തൊട്ട് കുഴപ്പമില്ലാത്ത ഹാഫ് ഡി സിയിലും നല്ല സ്റ്റിച്ചസ് കിട്ടും. അപ്പോൾ നമ്മൾ ചെറിയ ഹുക്കാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഹാഫ് ഡി സി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടുത്തടുത്തുള്ള സ്റ്റിച്ചസ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സിന്ന് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള നമ്മൾ ലാസ്റ്റ് ചെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ചെയിനത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് എന്ത് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, അതിലൊരു ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ 3 ഹാഫ് ഡി സി ചെയ്യുന്നുണ്ട് കേട്ടോ. 1 സെയിം സ്പേസിൽ തന്നെ സെക്കൻഡ് ഹാഫ് ഡി സിയും ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. സെക്കൻഡ് ഹാഫ് ഡി സി ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ 3rd ഹാഫ് ഡി സിയും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ 3 ഹാഫ് ഡി സി ചെയ്തിട്ടുണ്ട്. ഇനി യാൺ ഓവർ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ചെയിനിലാണ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ചെയ്യുമ്പോൾ സെയിം തന്നെ ആവും. അപ്പോൾ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഈ ഒരു ടൈലൻ്റ് എടുത്തിട്ടുള്ള ഈ ഒരു യാണുണ്ടല്ലോ, ഈ ഒരു യാണും ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കുക കേട്ടോ. അതിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഒക്കെ ഒരു വൃത്തികേടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്തേക്കും ഈ ഒരു സ്റ്റിച്ച് എത്തുന്ന വരെ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇതാ ഈ ഫസ്റ്റ് ചെയ്ത ഈ ഒരു ഹാഫ് ഡി സിൻ്റെ
അവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾ ഇതുവരെ ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഇങ്ങനെ നോക്കുക. ആ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഹാഫ് DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഞാൻ ചെറിയൊരു സൈസിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് സൈസിലും വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയിൻ സ്റ്റിച്ച് എടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് ലെങ്ത്ത് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാനൊന്നും പറ്റില്ല. ആ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇടുമ്പോൾ മെഷർമെൻറ്റ് എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഇതാ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്യുക. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിലും നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഹാഫ് DC ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ ഒരു ഹാഫ് DC ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒരു ഹാഫ് DC ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ 1 2 സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ബേസ് കിട്ടും കേട്ടോ. അപ്പോൾ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മളിതിൻ്റെ അപ്പർ പാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പർ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 2 ചെയിൻ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. നമ്മൾ ബാക്ക് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക. ഈ ഒരു നമ്മൾ ഇതുവരെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് യാൺ ഓവർ ചെയ്യുക. ഈ ഒരു താഴെ ഭാഗത്ത് കൂടി ഇങ്ങനെ ഈ അടുത്ത സ്റ്റിച്ചിലേക്ക് ഈ താഴെ ഭാഗത്ത് കൂടി അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് ഈ സെയിം സ്പേസ് കൂടെ വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. ബാക്ക് പോസ്റ്റ് ഹാഫ് DC ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി തൊട്ടടുത്ത ചെയിനിൽ ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടിഭാഗത്ത് കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത ചെയിനിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോൾ അപ്പർ പാർട്ടിലേക്ക് നമ്മൾ ഈ വർക്ക് ഇങ്ങോട്ട് ടേൺ ആയി വരും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്താലും മതി കേട്ടോ. ഇത് സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. യാൺ ഓവർ ചെയ്യുക. നമ്മളിങ്ങനെ ഈ അടിഭാഗത്ത് കൂടി അടിയിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് വലിക്കുക, എടുക്കുക, ഹുക്കിനെ എടുക്കുക. എന്നിട്ട് ഈ അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഈ സെയിം സ്പേസിൽ കൂടെ ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ബാക്ക് പോസ്റ്റ് ഹാഫ് DC കിട്ടി. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഹുക്കിനെ ആക്കി കൊടുക്കുക. ശേഷം യാൺ ഓവർ ചെയ്യുക. ഈ ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ നമ്മൾ ചുറ്റിലും ചെയ്ത് കൊടുക്കണം കേട്ടോ. ബാക്ക് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് ഈ ഒരു വർക്ക് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ടേണായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിങ്ങനെ ഇത് ചുറ്റിലും ചെയ്ത് കൊടുക്കാം. യാൺ ഓവർ ചെയ്യുക. താഴെ ഭാഗത്ത് കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ എടുക്കുക. യാൺ ഓവർ ചെയ്യുക. സെയിം സ്പേസിൽ കൂടെ ഇങ്ങനെ എടുക്കുക. ഈ ഒരു സെയിം പാറ്റേൺ നമുക്ക് ചുറ്റിലും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. നോക്കുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വർക്ക് ടേൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളെ വർക്ക് ഇങ്ങനെ നമ്മൾ ചുറ്റിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഈ ഒരു പോർഷൻ ഇങ്ങനെ അപ്പർ പാർട്ടിലേക്ക് ഇങ്ങനെ നമ്മളെ വർക്ക് ടേൺ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്തപ്പോൾ. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹാഫ് DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 2 ചെയിൻ ചെയ്യുക. ഇത് നമ്മൾ എല്ലാ ചെയിനിനും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 2 ചെയിൻ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഈ ഒരു സെയിം പാറ്റേൺ നമുക്കിങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമുക്ക് വർക്ക് ഇങ്ങനെ താഴെ ഭാഗത്തു നിന്ന് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ ടേൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വിഡ്ത്ത് എത്രയാണോ വേണ്ടത്, അല്ല ലെങ്ത്ത്, നമ്മൾ നേരത്തെ എടുത്തത് വിഡ്ത്താണ്, ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതുവരെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഓരോ ഹാഫ് DC ചെയ്ത് കൊടുക്കാം. കട്ടിയുള്ള യാണും ചെറിയ 2.5 ഹുക്കും ആയതുകൊണ്ട് നമുക്കിങ്ങനെ നല്ല സ്റ്റിഫായിട്ട് നമ്മൾ വർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. ഇനിയിപ്പോൾ ബിഗിനേഴ്സ് ആകുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ടിങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ഇതുവരെ ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച് അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളില്ലേ ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റിച്ച് മാർക്കറിൻ്റെ വരെ എത്തിയിട്ടുണ്ട്. ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് എത്ര റൗണ്ട് വേണോ എത്ര ലെങ്ത്ത് വേണോ അത് എത്തുന്ന വരെ നമ്മളിങ്ങനെ ഈ ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ചെയിൻ 2 ചെയ്യുക, എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ചെയിൻ 2 ചെയ്യുക, എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ മുകളിൽ സ്റ്റിച്ച് മാർക്കർ വെക്കുക. അങ്ങനെ ചുറ്റിലും നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് മുകളിലേക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് നോക്കാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നേരത്തെ നോക്കിയതുപോലെ 8 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ലെങ്ത്ത് വിടുത്തുള്ളത്. ഇനി നമുക്ക് ലെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റോ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 5.5 ഇഞ്ച് 6 ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വിടുത്താണ്, ഇങ്ങനെ ചെയ്യുന്നത് വിടുത്താണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്കിതാ നല്ലൊരു പോർഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം വേണ്ടത്, ഇനിയും വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് മാർക്കറിൽ അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. യാണ് കട്ട് ചെയ്യുക. അതിന് ശേഷം യാൺ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ യാണിനെ നമുക്കൊന്ന് ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കാം. ആദ്യം ഫ്രണ്ടിലേക്കും പിന്നെ അതിനെ ബാക്കിലേക്കും ഹൈഡാക്കിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നീട് നമുക്കത് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്കതിൽ ലീഫിൻ്റെ പോർഷന് നമ്മൾ ചെയ്യുന്നത് ഗ്രീൻ കളർ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്രീൻ കളർ യാണ് എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, എൻഡ് ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഗ്രീൻ കളർ യാണ് കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് ഇവിടെ പിടിച്ചിട്ട് യാണോ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിച്ചിട്ട് 1 2 3 4 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. യാണോവർ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോവർ ചെയ്യുക. ബാലൻസ് വരുന്ന 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മളിവിടെ ഒരു വി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി യാണോവർ ചെയ്യുക. ഇവിടുന്ന് 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു യാണുണ്ടല്ലോ, നമ്മൾ ടൈലൻ്റ് എടുത്തിട്ടുള്ള യാണോ കട്ട് ചെയ്ത യാണോ ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. യാണോവർ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുക. ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. യാണോവർ ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ വി സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ 3ാമത്തെ സ്റ്റിച്ചിലും വി സ്റ്റിച്ച് ചെയ്യുക. 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിലാണ് നമ്മൾ വി സ്റ്റിച്ച് ചെയ്യുന്നത്. വി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും യാണോവർ ചെയ്യുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3ാമത്തെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ 1,
സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിനിൽ ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, സെയിം സ്പേസിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, തേർഡ് ചെയിനിൽ ഒരു വി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഈ ഒരു ചുറ്റിലും നമ്മൾ ചെയ്യുക കേട്ടോ. ചുറ്റിലും നമ്മൾ ഈ ഒരു ലീഫ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസാണിത്. ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ചുറ്റിലും ഇതാ ഇങ്ങനെ വി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത വി സ്റ്റിച്ചിൻ്റെ ആ തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. യാണ് വലിച്ച് ടൈറ്റ് ആക്കാം. ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് നമ്മളെ ബാഗ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഫ്ലവർ ചെയ്തെടുക്കണേ. ഫ്ലവർ ചെയ്യാനായിട്ട് റെഡ് കളറാണ് യൂസ് ചെയ്യുക. റെഡ് കളർ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്ലീപ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതാ നമ്മളിതാ ഈ ഒരു വി സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്ററിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് യാണ് അധികം എടുക്കുക. എന്നിട്ട് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. യാണവോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അതിന് ശേഷം 1 2 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. ഇനി നമ്മൾ യാണോവർ ചെയ്യുക. ഈ ഒരു സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. യാണോവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. 1 അപ്പോൾ 3 ചെയിന് ഒരു DC, സെക്കൻഡ് DC ചെയ്തു. ഇനി തേർഡ് DC ചെയ്യുക. 3 സെയിം സ്പേസിൽ തന്നെ 4th DC ചെയ്ത് കൊടുക്കുക. 4 സെയിം സ്പേസിൽ തന്നെ 5th 1 ചെയ്യുക. 5 സെയിം സ്പേസിൽ തന്നെ 6th 1 ചെയ്യുക. 6 ഞാനിവിടെ 6 ഡബിൾ ക്രോഷ്യ, 5 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്തു. അതിന് ശേഷം നമ്മൾ ഈ ഒരു യാണൊന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിനിൽ 1 2 3 തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ വലിച്ചു വെച്ച യാണിന് ഈ ഹുക്കിലേക്ക് ഇങ്ങനെ വെക്കുക. അതിന് ശേഷം ഈ ഒരു യാണ് ഇങ്ങനെ വലിച്ച് ചെറുതാക്കി കൊടുക്കുക. ഈ റണ്ണിങ് യാണ് വലിച്ച് ചെറുതാക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു തുലിപ്പിൻ്റെ സ്റ്റിച്ച് കിട്ടും കേട്ടോ. അതിന് ശേഷം നമുക്ക് ചെയിൻ 1 ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഫ്ലവർ ഇവിടെ റെഡിയായി. ഇനി നമ്മൾ യാണോവർ ചെയ്യുക. അടുത്ത വി സ്റ്റിച്ച് ഈ ഒരു വി സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 നമുക്ക് 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം ഞാനിങ്ങനെ യാണിങ്ങനെ വലിച്ചു വെച്ചു. ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ ഇവിടെയാണ് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഈ യാണിനെ ഈ ഹുക്കിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ വലിക്കുക. എന്നിട്ട് റണ്ണിങ് യാണൊന്ന് വലിച്ച് ചെറുതാക്കി കൊടുക്കുക. ഈ കുളത്തുള്ള ഭാഗം ഇതിനുള്ളിൽ കൂടി എടുത്തിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡ് ഫ്ലവറും കിട്ടി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. വീണ്ടും നമ്മൾ അടുത്ത വി സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു വലിച്ചു വെച്ചയാണ് ഹുക്കിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കുളത്തുള്ള ഭാഗം ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് തേർഡ് ഫ്ലവർ കിട്ടി. ചെയിൻ 1 ചെയ്യുക. സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ 1 ചെയ്യുക. വീണ്ടും അടുത്ത വി സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്യുന്നത്. 6 ഡബിൾ ക്രോഷ്യ ചെയ്യുക.
യാണ് വലിച്ചിട്ട് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതാ 1 2 3 4 5 ആയിട്ടുള്ള 6th വണ്ണും ചെയ്യാം. എന്നിട്ട് യാണൊന്ന് കുറച്ച് വലിച്ചു കൊടുക്കുക. ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്കിനെങ്ങനെ ആ ഒരു യാണിലേക്ക് എടുത്തിട്ട് യാണൊന്നിങ്ങനെ മുകളിലേക്ക് വലിക്കുക. ചെയിൻ 1 ചെയ്യാം. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ലാസ്റ്റുള്ള ആ ഒരു വി സ്റ്റിച്ച് ബാലൻസ് ഉണ്ട്, അവിടേക്കും കൂടി നമുക്ക് ഒരു ഫ്ലവർ ചെയ്യാം. 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 6 ഡബിൾ ക്രോഷേ ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷേൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണിങ്ങനെ എടുത്തിട്ട് ചെയിൻ 1 ചെയ്യുക. ഈ ഫസ്റ്റ് ചെയ്ത ചെയിൻ 1 ഇല്ലേ, അവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. യാണ് വലിച്ച് ടൈറ്റ് ആക്കുക. ആദ്യം ഒന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുക. അതിന് ശേഷം ഇത് ബാക്ക് സൈഡിലേക്ക് എടുത്ത് കൊടുക്കുക. ഇതാ ബാക്കിൽ നമ്മൾ ആഡ് ചെയ്ത യാൺസൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുക. അതിന് ശേഷം ബാലൻസ് വരുന്ന യാണ് നമുക്ക് റിമൂവ് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. 1 2 പ്രാവശ്യം നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കുക. ഇതുപോലെ ഈ റെഡ് കളർ യാണും ഒരുമിച്ച് പിടിച്ചിട്ട് കെട്ടിക്കൊടുക്കുക. കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ലൈനിങ് വെക്കാം. എന്നാലും നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല ഇതിൽ തിക്കിൽ കിട്ടുന്നുണ്ട്. നമ്മൾ കട്ടിയുള്ള യാണും ചെറിയ ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരുപാട് കളേഴ്സിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ബാഗ് പോലെ ആണെങ്കിൽ ഇതിന് നമുക്കൊരു സ്ലിങ് ചെയ്തെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ സിബ് അറ്റാച്ച് ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് പ്രസ് ബട്ടൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലിങ്ങും കൂടി ചെയ്യുക. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പേഴ്സായിട്ടും സ്ലിംഗ് ബാഗായിട്ടും വലിയ ബാഗായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എടുക്കുമ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്ന ചെയിൻ സ്റ്റിച്ചിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും എത്ര വലുപ്പത്തിലും വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതിൻ്റെ ഒരു സ്ലിങ് ചെയ്തെടുക്കാം കേട്ടോ. സ്ലിങ് ചെയ്യാനായിട്ട് ഞാൻ ഈ 4 പ്ലേ ആണ് എന്നാണ് 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ. കുറച്ച് കട്ടിയിൽ സ്ലിങ് ഉണ്ടായിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് 2 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഇവിടെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ഒരു ലീഫും ഫ്ലവറും അല്ലാതെ നമ്മൾ ഈ ബേസ് ഉണ്ടല്ലോ, ഈ ബേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം അതാ കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് ഈ ഒരു ഫിംഗറിനെ കൊണ്ട് ഇത് പ്രസ് ചെയ്ത് പിടിക്കുക. ആണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് കുറച്ച് സ്ലിങ്ങിന് എത്രയാണോ വേണ്ടത്, ഞാനിപ്പോൾ 2 യാണ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് 3 mm ഹുക്ക് സെറ്റാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ചെയ്യാൻ നമ്മൾ 2.5 mm ഹുക്ക് സെറ്റാണ് എടുത്തത്. ഇപ്പോൾ നമ്മളിതാ ഈ ഒരു സ്ലിങ് ചെയ്യാനായിട്ട് നമ്മളിതാ കുറച്ച് കട്ടിയിൽ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 യാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചെയ്യുമ്പോൾ നമ്മൾ 3 mm ഹുക്ക് സെറ്റ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ആ സ്ലിങ്ങിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു അളവിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ബേബീസിനാണെങ്കിൽ നമുക്ക് അത്ര വലിപ്പം വേണ്ടല്ലോ. അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഒരു ബാഗിൻ്റെ വെച്ച് നോക്കുക. നമ്മൾ ഷോൾഡറിൽ ഇട്ടിട്ട് നോക്കുക. അതിനനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത്ത് എടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചൊരു ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ 2 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ കണ്ടോ നല്ലൊരു കട്ടി വരും ചെയ്യും. പിന്നെ ഇങ്ങനെ വലിയുമ്പോൾ വല്ലാതെ വലിയില്ല, ടൈറ്റ് തന്നെ നിൽക്കുകയും ചെയ്യും.
അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ വളരെ സിമ്പിളായിട്ട് ചെയിൻ സ്റ്റിച്ച് തന്നെ ആണെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്ലിങ് ചെയ്തെടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടും അതുപോലെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടും ഒക്കെ നമുക്ക് ഈ സ്ലിങ്ങിൻ്റെ വിടുത്ത് കൂട്ടി കൊടുക്കാം കേട്ടോ. പക്ഷെ നമ്മളിത് നോർമലി ചെറിയൊരു ഹാൻഡ് പേഴ്സ് അല്ലേ, ബാഗല്ലേ, സ്ലിംഗ് ബാഗ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ 2 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ തന്നെ സിമ്പിളായിട്ടും വളരെ എന്താ പറയുക നല്ലൊരു വൃത്തിക്കും നമുക്കൊരു കയറ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ അതാ ഞാൻ കുറച്ചൊരു വലുപ്പത്തിൽ നമ്മൾ സ്ലിങ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലിങ് കണ്ടോ കുറച്ച് കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് 2 യാണ് വെച്ച് ചെയ്തുകൊണ്ട് നല്ല കട്ടിയുണ്ട്, ഇങ്ങനെ വലിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം ഞാൻ കുറച്ചൊരു ടൈലൻ്റ് എടുത്തിട്ട് യാണ് കട്ട് ചെയ്യണേ. യാണ് കട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു യാണ് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഇനി അത് വലിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇതാ അങ്ങനെ നേരെ പിടിച്ചിട്ട് വളഞ്ഞു പോവാതെ നോക്കാം കേട്ടോ. അങ്ങനെ നേരെ പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ഉള്ളിൽ നിന്ന് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഇവിടേക്ക് ആക്കി കൊടുക്കാം. വലിച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് 2 യാണുള്ളതുകൊണ്ട് ഒരു യാണ് ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു യാണും തമ്മിൽ നല്ലോണം ടൈറ്റിൽ കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ കെട്ടുന്നതിന് ടൈറ്റ് ആക്കുന്നതിന് മുന്നേ നോക്കുക നമ്മൾ ഈ ഒരു സ്ലിങ് വെച്ചതൊക്കെ കറക്റ്റാണോ തിരിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്നതാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അതേപോലെ ഈ ഒരു ഭാഗത്തും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് ഒരു യാണ് എടുക്കുക. എന്നിട്ട് ഇതും അതുപോലെ 2-3 പ്രാവശ്യം അങ്ങനെ കെട്ടി ടൈറ്റാക്കി കൊടുക്കാം. ബാലൻസ് വരുന്നതാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ലിംഗ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ക്യൂട്ടും സിമ്പിളും ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബാഗാണിത്. അത്യാവശ്യം സ്പേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ എന്താ 8 ഇഞ്ചാണ് ഈ ഒരു ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. 8 ഇഞ്ചാണ്. ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചുമാണ്. അപ്പോൾ ഈ വിഡ്ത്തും ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്കിതാ ഇതുപോലൊരു സിബോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്രസ് ബട്ടൺ ഉണ്ടെങ്കിൽ പ്രസ് ബട്ടൺ വെച്ചിട്ട് ഇതാക്കാം. അല്ലെങ്കിൽ നമുക്കൊരു കയറ് പോലെ ഇട്ടിട്ട് നമുക്കത് കൂട്ടി കെട്ടി കൊടുക്കുന്ന രൂപത്തിലും ആക്കാം. നമുക്കങ്ങനെ സിബ് വെക്കുകയാണെങ്കിൽ ഒരു സിബ് എടുത്തിട്ട് ഇതാ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ സിബ് വെച്ച് കൊടുക്കുക. നമ്മൾ ലൈനിങ്ങിൽ വെച്ചിട്ടാണെങ്കിൽ ലൈനിങ്ങിൽ വെച്ചിട്ട് ആക്കിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളിതാ അങ്ങനെ വെച്ചിട്ട് നമ്മൾ സാധാ സൂചി നൂലിനെ കൊണ്ട് ഇങ്ങനെ ചുറ്റിലും തുന്നി കൊടുത്താൽ മതി കേട്ടോ. തുന്നി കൊടുത്തിട്ട് ആകുമ്പോൾ നമുക്കിതാ ഇങ്ങനെ യൂസ് ചെയ്യാനും പറ്റും. ഇതാ ബാഗിൽ ഇങ്ങനെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യുക. സാധാ സൂചി നൂല് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റിലും ഒന്ന് തുന്നി കൊടുത്താൽ മതി. നമുക്കിതാ സൂചി നൂല് കൊടുക്കുക. ഞാൻ ഈ ഒരു ബേസിൻ്റെ കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതാ നമുക്കിങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. സിബ് വലിപ്പം അധികം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു ഭാഗം ഇവിടേക്ക് കണക്കാക്കുക. അതുപോലെ ഇതിങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം ഇതാ ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ തുന്നി കഴിഞ്ഞതിന് ശേഷം നമ്മൾ
സെക്കൻഡ് പാർട്ട് ഇത് എനിക്ക് കുറച്ച് സിബ് കുറച്ച് വലുതാണ്. അപ്പോൾ ഇത് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ മടക്കി വെക്കണം. ഈ ഒരു ഭാഗം നമ്മൾ തുന്നി കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ഭാഗം തുന്നാൻ വേണ്ടിയിട്ട് ഈ സിബ് ഒന്ന് നമുക്കിങ്ങനെ തുറന്ന് കൊടുക്കാം. തുറന്ന് വെച്ചതിന് ശേഷം നമുക്കിനി ഇവിടുന്ന് ഈ ഒരു ഭാഗം തുന്നി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു നോട്ട് ഇട്ടിട്ട് യാണ് കട്ട് ചെയ്യുക. എൻ്റെ സിബ് കുറച്ച് വലിപ്പം അധികമാണ്, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് തുന്നിയാൽ മതി. ഇനി നമ്മളിങ്ങനെ ഇവിടെ സിബ് കൂട്ടി വെച്ച സിബല്ലേ, ഈ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗം ചെയ്യാനായിട്ട് നമ്മൾ ഈ സിബ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ബാക്ക് സൈഡിലാക്കിയിട്ട് ഇതേപോലെ ഈ ഒരു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളെ സിബ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ നല്ല വൃത്തിക്ക് സിബ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഉണ്ടോ, സിബൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്ലിംഗ് ബാഗ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ.